ജീവാമൃതം ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ലഭിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണ്? നമ്മുടെ ശരീരത്തിന് എന്ത് നന്മ നമുക്ക് ലഭിക്കുന്നു, നമ്മുടെ മണ്ണിന് എന്ത് നന്മ ലഭിക്കുന്നു, അല്ലെ എൻ്റെ ആരോഗ്യത്തിന് എന്ത് നേട്ടമുണ്ടാകുന്നു? ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ശുദ്ധമായിട്ടൊരു കൃഷി, നിൻ്റെ ഭക്ഷണം നല്ലതാണെങ്കിൽ നിനക്ക് ഔഷധത്തിൻ്റെ ആവശ്യമില്ല, അതായത് മരുന്നിൻ്റെ ആവശ്യമില്ല. ഭക്ഷണം അതായത് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളിലേക്ക് നമ്മൾ നന്മയായിട്ടുള്ള സാധനങ്ങൾ, ശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്കറിയാമല്ലോ, എവിടെ നോക്കിയാലും രോഗങ്ങളാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ശുദ്ധമായ ഭക്ഷണം കഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. രാസവളങ്ങളും കീടനാശിനികളും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആരോഗ്യത്തെ ഹനിക്കുന്ന എന്തെല്ലാം വസ്തുതകൾ ചേർത്താണ് ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ നമ്മൾക്ക് കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളുമെല്ലാം. പക്ഷേ ഈ ജീവാമൃതം കൊണ്ട് മണ്ണിന് നേട്ടമുണ്ട്. മണ്ണിൻ്റെ നേട്ടം എന്ന് പറയുന്നത് മണ്ണിൻ്റെ സുഹൃത്തുക്കളായ അല്ലെ മണ്ണിന് ആവശ്യമുള്ള, മണ്ണിന് വേണ്ടുന്ന മണ്ണിരയും അതുപോലെ സൂക്ഷ്മജീവാണുക്കളെയും വളർത്തി അവർക്ക് സന്തോഷത്തോടുകൂടി മണ്ണിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നു. നമുക്കറിയാം, രാസവളം ഇടുമ്പോൾ നമ്മുടെ മണ്ണിൻ്റെ അവസ്ഥ എന്താണ്? മണ്ണിര കിടന്ന് പിടയുന്നു, അത് ജീവന് വേണ്ടിയിട്ട് അത് ആക്രോശം വിളിക്കുന്നു. അതുപോലെ തന്നെ സൂക്ഷ്മജീവാണുക്കളെല്ലാം അത് നശിച്ചു പോകുന്നു. മണ്ണിര എന്താണ് മണ്ണിൽ ചെയ്യുക? അത് ഒരു സുഷിരത്തിലൂടെ താഴേക്ക് ഇറങ്ങുന്നു, മറ്റൊരു സുഷിരത്തിലൂടെ അത് മുകളിലേക്ക് കയറുന്നു. അങ്ങനെ മണ്ണിൻ്റെ വായു സഞ്ചാരത്തെ, അതുപോലെ തന്നെ മണ്ണിൻ്റെ അകത്തേക്കുള്ള മിനറൽസിനെ അത് മണ്ണിൻ്റെ മുകളിൽ കൊണ്ടുവരുന്നു. ഇത് നമ്മുടെ സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ മണ്ണിൽ വായുസഞ്ചാരം ഉണ്ടാകുന്നു, മണ്ണിൽ നല്ല ഇളക്കമുണ്ടാകുന്നു, മണ്ണ് ഉറച്ചതായിട്ട് തീരുന്നില്ല. ഇതാണ് മണ്ണിര നമ്മുടെ മണ്ണിൽ ഉണ്ടാകുമ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സൂക്ഷ്മജീവാണുക്കൾ ഇതിൻ്റെ വേരിന് ആവശ്യമായിട്ടുള്ള പോഷകാംശങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ രീതിയിൽ നോക്കുമ്പോൾ മണ്ണ് നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് കൃഷി നന്നാക്കി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ ജീവാമൃതം നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മുടെ മണ്ണിലെ ആ സൂക്ഷ്മജീവാണുക്കളെയും മണ്ണിരെയൊക്കെ വളരെ സന്തോഷത്തോടുകൂടി അവർ ജീവിക്കുന്നൊരവസ്ഥ. ഇപ്പം നമ്മൾക്കറിയാം, എവിടെയോട്ട് നോക്കിയാലും പണ്ടൊക്കെ ഉണ്ടായിരുന്നു ചിലന്തി വല കെട്ടി ശത്രുകീടങ്ങൾ വരുമ്പോൾ അതിനെ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും കാണാനില്ല. പക്ഷേങ്കിൽ നമ്മുടെ മണ്ണിൽ നമ്മൾ ഈ രീതിയിലൊരു കൃഷി ചെയ്യുമ്പോൾ നമ്മൾക്ക് മിത്രകീടങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ശത്രുകീടങ്ങൾ വരാതിരിക്കുന്നു. അപ്പം നമ്മൾക്ക് നമ്മുടെ ചെടികൾ നമ്മൾ നടുമ്പോൾ നമ്മൾക്ക് കേടും അതുപോലെ തന്നെ കീടങ്ങളുടെ ആക്രമണവും നമുക്ക് കുറഞ്ഞിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നല്ല ശുദ്ധമായ ഭക്ഷണം, നല്ല നിറമുള്ള ഭക്ഷണം, നല്ല ഗുണമുള്ള ഭക്ഷണം, ഇതെല്ലാം നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നു. രാസവളങ്ങളും കീടനാശിനികളും നമ്മുടെ ആരോഗ്യത്തെ അത് ഹനിക്കുന്നു. ഈ രീതിയിലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന രോഗങ്ങളാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് മാറുന്നു. അങ്ങനെ രോഗങ്ങൾ മാറുക മാത്രമല്ല, നമ്മൾ രോഗികളാകാതിരിക്കാനായിട്ടുള്ള ഒരു കാരണം കൂടി നമ്മൾക്കുണ്ടാകുന്നു. രോഗമുണ്ടാകുന്നില്ല. ഇപ്പം എവിടേക്ക് നോക്കിയാലും രോഗങ്ങളാണ്. ഇപ്പം രോഗം വന്നിട്ട് ഞാൻ ചികിത്സിച്ചു കൊള്ളാം, രോഗം വരാതിരിക്കാനായിട്ടുള്ള ആ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മണ്ണിനെ നന്നാക്കി നമ്മൾ കൃത്യമായിട്ടും നല്ല വിഷരഹിതമായ ഭക്ഷണം, അതായത് പോഷകാംശമുള്ള ഭക്ഷണം നമ്മൾ ഓരോ ദിവസവും കഴിച്ചാൽ നമ്മൾക്ക് രോഗങ്ങൾ വരാതിരിക്കും. ഇതാണ് ഈ ജീവാമൃതം ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ കൃഷി ചെയ്യുമ്പോഴുണ്ടാകുന്ന നമ്മൾക്ക് കിട്ടുന്നൊരു നേട്ടം. ജൈവ കൃഷിയും നാച്ചുറൽ ഫാമിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഒരു കാര്യം പോലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങാതെ നമ്മൾ കൃഷി ചെയ്യുന്നു. പാക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനങ്ങൾ പോലും നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ചോദിച്ചേക്കാം, ശർക്കരയോ അല്ലെങ്കിൽ പയറോ ഒക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്നല്ലേ വാങ്ങുക എന്നുള്ളത്. ശരിയാണ്. പക്ഷേ മറ്റ് പാക്കറ്റിലെ കമ്പനികളുണ്ടാക്കുന്ന ജൈവ കീടനാശിനികൾ എന്ന് പറയുന്നതോ അല്ലെ ജൈവ വളങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങളോ ഒന്നും നമ്മൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നേയില്ല. ഒരു നാടൻ പശു ഉണ്ടെങ്കിൽ അതിൻ്റെ ചാണകവും മൂത്രവും ഉണ്ടെങ്കിൽ നമ്മുടെ മണ്ണ് ഏറെ ഫലഭൂയിഷ്ടമായി. അതാണ് ഈ കൃഷിയിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത്. രോഗമില്ലാത്ത അവസ്ഥ, ശുദ്ധമായ ഭക്ഷണം നമ്മൾക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ മണ്ണ് കൂടുതൽ ജൈവാംശമുള്ളതായിട്ട് മാറുന്നു. നമ്മൾക്ക് അവിടെ ഒരു കിണറുണ്ടെങ്കിൽ ആ കിണറ്റിലെ വെള്ളം പോലും, അതായത് നമ്മൾ രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ
നമ്മൾ ഈ മണ്ണിലേക്ക് ഇടുന്നതാണ് നമ്മുടെ കിണറ്റിലെ വെള്ളത്തിലൂടെ പോലും നമ്മൾക്ക് ലഭിക്കുക. നമ്മൾക്ക് നല്ല വെള്ളം ലഭിക്കുന്നു, നല്ല വായു നമുക്ക് ലഭിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സമഗ്രമായ ഒരു ആരോഗ്യപ്രദമായ ഒരവസ്ഥയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു.